വെൽക്കം ടു ദിയാസ് കിച്ചൺ. ഇന്ന് നമുക്ക് ചിക്കൻ കബാബ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ്: ബോൺലെസ് ചിക്കൻ 250 ഗ്രാംസ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂൺ, മൈദാമാവ് 4 ടേബിൾ സ്പൂൺ, കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ, തൈര് 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ. ബാറ്റർ തയ്യാറാക്കാൻ ആവശ്യമായ വെള്ളം, ഫുഡ് കളർ റെഡ്. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനായി ചെറിയ പീസസായി എടുത്തു വച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പാകത്തിനുള്ള ഉപ്പുപൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഫുഡ് കളർ റെഡ് എടുത്തിട്ടുണ്ട്. ഇത് നല്ല റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈരൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് നന്നായിട്ട് തൈര് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ഒരു ബൗളിൽ 4 ടേബിൾ സ്പൂൺ മൈദാമാവ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അല്പം ഉപ്പ്, ഫുഡ് കളർ. ക്വാളിറ്റിയുള്ള ഫുഡ് ഗ്രേഡ് കളേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നല്ല റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫുഡ് കളർ ചേർക്കുന്നത്. നമ്മുടെ കബാബ് നല്ല ക്രിസ്പിയും നല്ല റെഡിഷും ആയിരിക്കും. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം. വെള്ളം കൂടി പോകാൻ പാടില്ല. ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരു തിക്ക് ബാറ്ററാക്കി മാറ്റാം. നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ്. ബാറ്ററിൻ്റെ കളർ ഇത് മതിയാവും. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല റെഡിഷ് കളർ ആയിരിക്കും. ഒരു പ്ലേറ്റിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി എടുക്കുക. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് കോൺഫ്ലോറിൽ പുരട്ടിയെടുക്കാം. കബാബ് നല്ല ക്രിസ്പി ആയിരിക്കുന്നതിനാണ് ഇങ്ങനെ കോൺഫ്ലോറിൽ പുരട്ടിയെടുക്കുന്നത്. എടുത്തു വച്ചിരിക്കുന്ന എല്ലാ ചിക്കൻ പീസും ഇതേ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ കബാബിനുള്ള ചിക്കൻ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പാനിൽ എണ്ണ ചൂടാക്കി എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി വരുന്നതനുസരിച്ച് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. ഫ്രൈ ആയി തുടങ്ങുമ്പോൾ ഇത് നല്ല റെഡ് കളറിലേക്ക് മാറും. നല്ല ക്രിസ്പിയും ആയിരിക്കും. സ്റ്റൗ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായ ഈ കബാബ് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും. ഇതൊരു സ്റ്റാർട്ടറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കബാബ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല റെഡ് കളറാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.
ഇത് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ ഓയിൽ കുറച്ച് മാറിക്കിട്ടും. ഇതാ ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ക്രിസ്പിയും ആയിട്ടുള്ള ചിക്കൻ കബാബ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്നതിനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.